നിങ്ങളൊരു പുതിയ ചാനലാണെങ്കിൽ നിങ്ങളൊരു വീഡിയോ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ ആ വീഡിയോയിൽ ഇംപ്രഷൻ വളരെ കുറവായിരിക്കും. എല്ലാവർക്കും അറിയാം, ഏറ്റവും കൂടുതൽ ഇംപ്രഷൻ ഉള്ള വീഡിയോസ്, അതായത് മില്യൺസ് ഓഫ് ഇംപ്രഷൻ ഉള്ള വീഡിയോസിനാണ് ലക്ഷക്കണക്കിന് വ്യൂസ് വരുന്നത്. അതുപോലെ ലക്ഷക്കണക്കിന് ഇംപ്രഷൻ ഉള്ള വീഡിയോസിനാണ് നമുക്ക് ആയിരക്കണക്കിന്, അതായത് 10,000 5,000 ഒക്കെ വ്യൂസ് വരുന്നത്. നേരെ മറിച്ച് ഒരു പുതിയ യൂട്യൂബർ വീഡിയോ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് റെക്കോർഡ് ചെയ്ത് അത് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ ആ വീഡിയോയിൽ വരുന്ന ഇംപ്രഷൻ 48 മണിക്കൂറിനുള്ളിൽ 70, 80, 90, മാക്സിമം പോയി കഴിഞ്ഞാൽ 500 വരും. അതുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോ ഒരു പുതിയ യൂട്യൂബർ ആണെങ്കിൽ ആ യൂട്യൂബർക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഇംപ്രഷൻ ഈസ് ഈക്വൽ ടു ആണ് നമ്മുടെ വ്യൂസ് വരുന്നത്. അപ്പോൾ ഇംപ്രഷൻ എങ്ങനെയാണ് വർദ്ധിപ്പിക്കാം എന്ന് അറിഞ്ഞാൽ മാത്രമാണ് നമുക്ക് വ്യൂസ് കൊണ്ടുവരാൻ സാധിക്കും. അതായത് തുടക്കത്തിൽ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ ഇപ്പോൾ വരുന്ന എത്രയാണോ ഇംപ്രഷൻ, അതിനേക്കാൾ വളരെ കുറവായിരുന്നു എനിക്ക് എൻ്റെ ഓരോ വീഡിയോസ് പബ്ലിഷ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഇംപ്രഷൻ. നേരെ മറിച്ച് ഇപ്പോൾ പബ്ലിഷ് ചെയ്യുമ്പോൾ ഇപ്പോൾ എത്ര വ്യൂസ് ആണ് വരുന്നത്, അതിൻ്റെ 10 ഇരട്ടിയോ അല്ലെങ്കിൽ 20 ഇരട്ടിയോ ഇംപ്രഷൻ വരുന്നതുകൊണ്ടാണ് അത്രയെങ്കിലും വ്യൂസ് വരുന്നത്. ഇത് ഞാൻ പലപ്പോഴും പറയുന്നുണ്ട്. ഞാനിപ്പോൾ ചെയ്യുന്ന വീഡിയോകളൊക്കെ പുതിയ യൂട്യൂബേഴ്സിനും അതുപോലെ തന്നെ മൊബൈൽ യൂട്യൂബേഴ്സിനാണ്. അപ്പോൾ ഇതിൻ്റെ റിയാലിറ്റിയാണ് ഈ പറയുന്നത്. അതായത് നമുക്ക് ഇംപ്രഷൻ വർദ്ധിപ്പിക്കാനുള്ള ഒരു ടെക്നിക്കും കൂടി ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയാം. അപ്പോൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ആദ്യം തന്നെ ഇംപ്രഷൻ വരുന്നതിനൊക്കെ മുമ്പ് നമുക്ക് അറിയേണ്ടത്, നമ്മുടെ ഒരു വീഡിയോ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ 3 ടിക്ക് മാർക്കുകളുണ്ട്. അതായത് നമ്മൾ വൈറ്റി സ്റ്റുഡിയോയിൽ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ അതിൽ 3 ടിക്ക് മാർക്കുകൾ കാണാം. അങ്ങനെ അത് ഗ്രീൻ ആയി കഴിഞ്ഞാൽ അതിൻ്റെ ആവറേജ്, വ്യൂ ഡ്യൂറേഷൻ, അതുപോലെ വ്യൂസ്, അതുപോലെ ക്ലിക്ക് ത്രൂ റേറ്റ്, ഈ 3 കാര്യങ്ങളും ഗ്രീൻ ടിക്ക് മാർക്ക് വന്നു കഴിഞ്ഞാൽ അത്തരം വീഡിയോകളിലൊക്കെ വ്യൂസ് ഉണ്ടായിരിക്കും. നേരെ മറിച്ച് നമുക്ക് ഒരു വീഡിയോ നമ്മൾ പബ്ലിഷ് ചെയ്തു, ആ പബ്ലിഷ് ചെയ്തിട്ട് നമുക്ക് ക്ലിക്ക് ത്രൂ റേറ്റ് ലഭിക്കുന്നില്ല, അതിനർത്ഥം നമ്മുടെ തമ്പനയിൽ ശരിയല്ല. അതായത് നമ്മൾ നല്ല തമ്പനയിലുകളല്ല കൊടുത്തിരിക്കുന്നത്, ക്ലിക്ക് ചെയ്യാൻ തോന്നിക്കാത്ത ഒരു തമ്പനയിലാണ് കൊടുത്തിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ നമ്മളൊരു വീഡിയോ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം തന്നെ യൂട്യൂബ് അതൊരു 100 പേരുടെ അടുത്തേക്ക് റെക്കമെൻഡ് ചെയ്തു. അതായത് 100 മൊബൈലുകളിലോ അല്ലെങ്കിൽ 100 കമ്പ്യൂട്ടറുകളിലോ കാണിച്ചു. എന്നാലും അതിൽ ക്ലിക്ക് ചെയ്തത് വെറും 2 പേരാണെങ്കിൽ നിങ്ങളുടെ ക്ലിക്ക് ത്രൂ റേറ്റ് വെറും 2% ആയിരിക്കും. നേരെ മറിച്ച് നിങ്ങളൊരു നല്ല തമ്പനയിലാണ്, ആ തമ്പനയിലുള്ള വേർഡോ ഇമേജോ ആ വീഡിയോയിൽ ക്ലിക്ക് ചെയ്യാൻ, അതുപോലെ തന്നെ ടൈറ്റിലും ആ വീഡിയോയിൽ ക്ലിക്ക് ചെയ്യാനുള്ള എന്തെങ്കിലും ഒരു മാറ്റർ ഉള്ളതാണ് എന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോയിൽ ഒരു 100 പേരെ കാണിച്ചു കഴിഞ്ഞാൽ ഒരു 15 പേര് ക്ലിക്ക് ചെയ്തു എന്നുണ്ടെങ്കിൽ ആ വീഡിയോയുടെ ക്ലിക്ക് ത്രൂ റേറ്റ് 15% ആയിരിക്കും. അപ്പോൾ ക്ലിക്ക് ത്രൂ റേറ്റ് വർദ്ധിപ്പിക്കുന്നത് നമുക്ക് മനസ്സിലായി. ഇങ്ങനെ ക്ലിക്ക് ത്രൂ റേറ്റ് വർദ്ധിപ്പിച്ചിട്ടും അതുപോലെ തന്നെ നല്ല വീഡിയോ ചെയ്തിട്ടും നല്ല കണ്ടന്റ് ചെയ്തിട്ടും അതുപോലെ തന്നെ നല്ല എഡിറ്റിംഗ് ചെയ്തിട്ടും നിങ്ങൾക്ക് എങ്ങനെ നോക്കിയാലും ഒരു പുതിയ യൂട്യൂബർ ആണെങ്കിൽ നിങ്ങൾക്ക് ഇംപ്രഷൻ വർദ്ധിക്കുന്നില്ല എന്ന് വിചാരിക്കും. ഇങ്ങനെയാണെങ്കിൽ ഇംപ്രഷൻ വർദ്ധിപ്പിക്കാൻ വേണ്ടി എന്താണ് ചെയ്യുക എന്നുള്ളത് നമുക്ക് നോക്കാം. അതായത് ഒരു പുതിയ യൂട്യൂബർ ആണെങ്കിൽ ആ യൂട്യൂബർ ഒരു നല്ല കണ്ടന്റ് കണ്ടെത്തിയിട്ട് നല്ല വീഡിയോ ഉണ്ടാക്കി നന്നായി എഡിറ്റ് ചെയ്ത് നന്നായി അപ്ലോഡ് ചെയ്തതിന് ശേഷം അത് പബ്ലിഷ് ചെയ്ത് 48 മണിക്കൂറിന് ശേഷം വീണ്ടും നിങ്ങളുടെ ഇംപ്രഷൻ, അതായത് വീഡിയോ ഇംപ്രഷൻ വളരെ കുറവാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ ചാനലിൻ്റെ അകത്തെ വൈറൽ ടോപ്പിക് ഏതാണെന്നുള്ളത് മനസ്സിലാക്കുക. ഇതിനുവേണ്ടി നിങ്ങളുടെ വൈറ്റി സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യുക. അതിൽ ടോപ്പ് വീഡിയോസ് എന്നുള്ള സെക്ഷൻ ഉണ്ട്. ആ ടോപ്പ് വീഡിയോസിലുള്ള ഏറ്റവും നല്ല വീഡിയോസും അതിൽ റീസെൻറ്റ് റിയൽ ടൈമിൽ കൂടുതൽ വ്യൂസ് വരുന്ന വീഡിയോയും കണ്ടെത്തുക. അതിൻ്റെ ടോപ്പിക് എന്താണെന്ന് മനസ്സിലാക്കുക. ആ ടോപ്പിക്കിൽ തന്നെ നിങ്ങൾ റിപ്പീറ്റ് വീഡിയോ ചെയ്യുകയാണെങ്കിൽ ആ വീഡിയോയിലൊക്കെ വ്യൂസ് വരും. അതിൻ്റെ ഇംപ്രഷൻ ചെക്ക് ചെയ്യുക. അതായത് ആ പഴയ വീഡിയോ ഉണ്ടല്ലോ, കൂടുതൽ വ്യൂസ് വരുന്ന അല്ലെങ്കിൽ സ്ഥിരമായിട്ട് വ്യൂസ് വരുന്ന ആ വീഡിയോയുടെ ഇംപ്രഷൻ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ വീഡിയോ നിങ്ങളുടെ ചാനലിലുള്ള ടോപ്പസ്റ്റ് ഇംപ്രഷനുള്ള വീഡിയോ ആയിരിക്കും. അത്തരത്തിൽ ഇംപ്രഷനുള്ള വീഡിയോയിൽ എന്തായാലും വ്യൂസ് വരുന്നുണ്ടായിരിക്കും. ആ വീഡിയോയുടെ തന്നെ ടോപ്പിക് എടുത്തിട്ട് വീണ്ടും അതിൽ പുതിയ പുതിയ ടോപ്പിക്കുകൾ നിങ്ങൾ അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ അത്തരം ടോപ്പിക്കുകളിൽ നിങ്ങൾക്ക് പുതിയ വീഡിയോകളിലും വ്യൂസ് വരികയും ചെയ്യും. അതിലൂടെ നമുക്ക് ചാനലിൻ്റെ ഇംപ്രഷനും വർദ്ധിക്കും, നിങ്ങളുടെ വീഡിയോയുടെ ഇംപ്രഷനും വർദ്ധിക്കും. അതിലൂടെ പുതിയ വീഡിയോകൾ ചെയ്യുമ്പോൾ ആ വീഡിയോയിലും ഇംപ്രഷൻ ലഭിക്കും. അതുപോലെ തന്നെ വ്യൂസ് വരുന്നതോ അല്ലെങ്കിൽ ഇംപ്രഷൻ കൂടിയതായിട്ടുള്ള വീഡിയോകളില്ലാത്ത ഏറ്റവും ബിഗിനർ ആയിട്ടുള്ള ഒരു യൂട്യൂബർ ആണെങ്കിൽ ആ യൂട്യൂബർ ചെയ്യേണ്ട ഒരു ടെക്നിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ യൂട്യൂബിൽ നിന്ന് തന്നെ സെർച്ച് ചെയ്ത് വൈറൽ ടോപ്പിക്കുകൾ, അതായത് ഇപ്പോൾ തന്നെ ഈ വീക്കിൽ വൈറലായിട്ടുള്ള ഏത് ടോപ്പിക്ക് കിട്ടിയാലും അത് നിങ്ങളുടെ കണ്ടന്റിൽ തന്നെയാണെങ്കിൽ ആ കണ്ടന്റിൽ നിങ്ങൾ എന്തായാലും വീഡിയോ ചെയ്യുക. അപ്പോൾ ഒരു വീഡിയോയിൽ തന്നെ നിങ്ങൾക്ക് കൂടുതൽ വ്യൂസ് വരണമെന്നില്ല. നിങ്ങൾ ഏത് വൈറൽ ടോപ്പിക്ക് കിട്ടിയാലും അതിൽ നിങ്ങൾ വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ അതിലൂടെ നിങ്ങൾക്ക് വ്യൂസ് വരികയും ആ വീഡിയോയുടെ ഇംപ്രഷൻ നിങ്ങൾ നോക്കിയാൽ മതി. പല സ്ഥലത്തും കാണിക്കുന്നുണ്ടാവും ക്ലിക്ക് ത്രൂ റേറ്റ് കുറവായിരിക്കും. ക്ലിക്ക് ത്രൂ റേറ്റ് കുറവാണെങ്കിൽ ഏറ്റവും നല്ല തമ്പനയിലുകളാണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ അതിൽ ക്ലിക്ക് കിട്ടുകയും അതിലൂടെ വ്യൂസ് വരികയും അതിലൂടെ നിങ്ങൾക്ക് സബ്സ്ക്രൈബറും വ്യൂസും വരുന്നത് 100% ഉറപ്പാണ്. അപ്പോൾ ഈ 2 കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇംപ്രഷൻ വർദ്ധിപ്പിക്കാൻ പറ്റും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു, ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക. ഇതിലും നല്ല കണ്ടന്റുകളുമായിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.